ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം നൽകിയ വലിയ സാവകാശത്തിനായി നന്ദി പറയുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അതീവം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഈ സമയം ദൈവവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് കേൾക്കുകയും ആ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക. കേൾക്കുന്ന വചനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ സഹായിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവചനം ശ്രവിക്കുന്ന ഓരോരുത്തരോടും പറയാം, ജീവിതത്തിൻ്റെ വരുന്ന പ്രതിസന്ധികൾ, സാഹചര്യങ്ങൾ, കടബാധ്യതകൾ, മുമ്പോട്ട് പോകുമ്പോൾ മുന്നിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ, ഇതെല്ലാം കണ്ട് നമ്മൾ ടെൻഷനാവുകയും കേട്ടതായ അഥവാ ഇന്ന് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇന്നലേക്കും മുന്നും കേട്ടുകൊണ്ടിരുന്ന വചനങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഭയം, ഈ പ്രതിസന്ധി കാരണം നമ്മളിത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ വചനം വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ കേട്ടത് അതീവ ശ്രദ്ധയോടെ നിങ്ങളുടെ ഉള്ളിൽ കരുതണം. എന്നെ കേൾക്കുന്ന വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാനുള്ള കാരണം കേൾക്കുന്ന വചനമാണ്. കേൾക്കുന്ന വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ആ വചനത്തിൽ ഉറപ്പോടെ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ അവസ്ഥകൾ മാറുന്നത്, സാഹചര്യങ്ങൾ അനുകൂലമാകുന്നത്. ആകയാൽ പ്രതിസന്ധി ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനേക്കാൾ വലുത് കേട്ട വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകും, നിങ്ങൾ അത്ഭുതം കാണുവാനിടയാകും. ആകയാൽ കേട്ട വചനത്തിൽ വിശ്വസിക്കുക. ഗോഡ് ബ്ലസ് യു.